ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും പിന്നെ കുക്കിങ്ങിൽ ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈസി മെത്തേഡാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലൊന്നും യാതൊരു കുറവും വരില്ല കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള വെറുംചോറ്, മീൻകറി, ഉപ്പേരി ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റി ബിരിയാണികളും പിന്നെ പലതരത്തിലുള്ള അറബിക് റൈസ് റെസിപ്പികളും ഒക്കെ ഞാൻ കുറേ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്കൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ താല്പര്യമുള്ളവർ പ്ലേലിസ്റ്റ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാനിന്ന് മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ കുറേ മുന്നേ ഒരു മട്ടൻ ബിരിയാണി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് ബിരിയാണി വെക്കാനുള്ള വലിയ പാത്രം ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടായാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും ഒരുമിച്ച് മിക്സിയിൽ ചതച്ചത് ചേർക്കാം. ഞാൻ 1.5 കിലോ മട്ടൻ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 25 വെളുത്തുള്ളിയും 2 വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകാണ് ഞാൻ ചതക്കാനായിട്ട് എടുത്തത്. ഇതിന് റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റാം. കളർ ചേഞ്ച് ആവുന്നത് വരെ അങ്ങനെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറിയാൽ തന്നെ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി നല്ലപോലെ വെള്ളം വാർത്താൽ മട്ടൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ കറിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ ഡബിൾ സൈസിലാണ് കേട്ടോ ബിരിയാണിക്ക് മട്ടൻ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നൈസായി അരിഞ്ഞ് തക്കാളി ചേർക്കാം. മീഡിയം സൈസിലുള്ള 6 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുവരെ കാണിച്ചത് കുക്കറിൽ ചെയ്ത് മട്ടൻ കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാൻ മട്ടൻ ഈ പാത്രത്തിൽ വെച്ച് തന്നെ സ്ലോ കുക്ക് ചെയ്താണ് മസാല ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മട്ടൻ കുക്കറിൽ പെട്ടെന്ന് വേവിച്ചുണ്ടാക്കുന്ന മസാലയേക്കാളും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ കുക്കറിൽ തന്നെ വേവിച്ചോട്ടാ. ഇനി ഇതൊരു 15-20 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാം. നമ്മൾ ഇതുവരെ സബോള തീരെ മസാലയിലേക്ക് ചേർത്തില്ലല്ലോ അല്ലേ. ഞാൻ മസാലയിലേക്ക് വേണ്ട സബോള മുഴുവൻ വഴറ്റുന്നതിന് പകരം ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. അപ്പോൾ മട്ടൻ ഏകദേശം ഹാഫ് കുക്ക് ആവുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ബിരിയാണി ദമ്മിടുമ്പോഴും പിന്നെ മസാലയിലേക്കൊക്കെ ആവശ്യമുള്ള സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാട് നേരം എടുത്ത് സബോള ബ്രൗൺ കളറാകുന്നത് വരെ ഒന്നും വഴറ്റിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ 6 മീഡിയം സൈസുള്ള സബോളയാണ് മൊത്തത്തിൽ ഈ ബിരിയാണിയിലേക്ക് എടുത്തിട്ടുള്ളത്. അതിൽ പകുതിയിലും കൂടുതൽ ഞാൻ മസാലയിലേക്ക് എടുക്കുന്നുണ്ട്. 2-3 ബാച്ചായിട്ട് പകുതി ഓയിലിലും പകുതി നെയ്യിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ അണ്ടിപ്പരിപ്പിനേക്കാൾ കൂടുതൽ മുന്തിരിയാണ് എപ്പോഴും എടുക്കാറുള്ളത്. ഇനി ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ മസാലയിലേക്കുള്ളതും പിന്നെ ദമ്മിടുമ്പോൾ ചേർക്കാനുള്ളതും 2 പാത്രത്തിലാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുള്ള മട്ടൺ ഒന്ന് മൂടി തുറന്ന് നോക്കാം. നമ്മളിതിലേക്ക് തരി പോലും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. മട്ടൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം തക്കാളിയിൽ നിന്നും പിന്നെ മട്ടനിൽ നിന്നൊക്കെ വന്നോളും. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത സബോള ചേർക്കാം. പിന്നെ 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത്, പിന്നെ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു 20 മിനിറ്റ് കൂടെ മൂടി വെച്ച് നമുക്ക് മട്ടൻ വേവിക്കാം. ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ വെള്ളം ഇനി വറ്റി വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു 80% മട്ടൻ വെന്തിട്ടുണ്ട്. ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല.
ഇത്രയും ഗ്രേവി നമുക്ക് മസാലയിലേക്ക് വേണ്ട. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ തിളപ്പിച്ച് ഇതിലെ ഗ്രേവി ചെറുതായി ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാം. ഇത് ഇത്രയും വറ്റിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈര് മുഴുവനായി തന്നെ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1-2 മിനിറ്റ് കൂടെ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡിയായി. അടുത്തതായി നമുക്ക് റൈസ് വേവിക്കാം. അതിനായി വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 5-6 ഏലക്കായ, അത്ര തന്നെ കരിയാമ്പൂ, പിന്നെ 2-3 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇത്രയും ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരാൻ തുടങ്ങിയാൽ 1/2 ടീസ്പൂൺ കൂടെ പൈനാപ്പിൾ എസൻസ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് റൈസ് ചേർക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ഏകദേശം 5-6 കപ്പ് അരി പാകമായിരിക്കും. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മസാല നന്നായി റൈസിലേക്ക് വേണമെന്നുള്ളവർ 5 കപ്പ് അരി എടുത്താൽ മതി. ബിരിയാണിയിലേക്ക് ചിലർക്ക് അധികം മസാല ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് 6 കപ്പ് അരി എടുക്കാം. റൈസ് ആയാലും മീറ്റ് ആയാലും 90% മാത്രം ദമ്മിടുന്നതിന് മുന്നേ വേവിച്ചാൽ മതി. ബാക്കി 10% ദമ്മിൽ കിടന്ന് വെന്താലാണ് മട്ടൻ്റെ ഒക്കെ ഫ്ലേവർ റൈസിൽ നന്നായി പിടിച്ച് റൈസ് പാകത്തിന് വേവായി കിട്ടൂ. ഇപ്പോൾ റൈസ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റി മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പകുതി റൈസ് മസാലയുടെ മുകളിലായിട്ട് ഇട്ടാൽ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ സവാള ഫ്രൈ ചെയ്ത നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ ഫ്രൈ ചെയ്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കാം. ബാക്കി റൈസ് കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ച് അരമണിക്കൂർ ദം ചെയ്തെടുക്കാം. അതിൽ ആദ്യത്തെ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ലാസ്റ്റ് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അങ്ങനെ മൊത്തം 30 മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ മൂടി തുറന്ന് സെർവ് ചെയ്യാം. ബിരിയാണി നന്നായി ദമ്മായിട്ടുണ്ടെങ്കിൽ മൂടി തുറക്കുമ്പോൾ തന്നെ ഇതുപോലെ ആവി വരും. വിളമ്പുന്നതൊക്കെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അറിയാത്തവർക്കായിട്ട് മാത്രം പെട്ടെന്ന് പറയാം. അതിന് മുകളിലുള്ള പകുതി വൈറ്റ് റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി വൈറ്റ് റൈസും മസാലയും കൂടെ നന്നായി മിക്സ് ആക്കുക. ഇനി മസാല റൈസും വൈറ്റ് റൈസും ഇടവിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒക്കെ ഇടാം. അപ്പോൾ ഈ ഒരു ഈസി മെത്തേഡിൽ ഇതുവരെ ട്രൈ ചെയ്യാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകും. അവർക്കായിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്തതാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാട്ടോ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ മറക്കാതെ അറിയിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസി ടേസ്റ്റി വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.